നമ്മൾ കഴിഞ്ഞ ദിവസം പുറപ്പാട് പുസ്തകം 14-ാം അധ്യായം വരെ പഠിച്ചു. 15-ാം അധ്യായത്തിലെ പ്രധാന വിഷയം 15-ാം അധ്യായമാണ് എന്ന് നമുക്ക് പഠിക്കുവാനുള്ളത്. 15-ാം അധ്യായത്തിലെ വിഷയം ചെങ്കടൽ കടന്നപ്പോൾ ദൈവം ചെയ്ത നന്മകൾക്കായി ദൈവത്തിന് സ്തോത്രഗീതം പാടുന്നതായിട്ട് നമുക്ക് ഇവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. 2 പേരാണ് അവിടെ സ്തോത്രഗീതം പാടിയത്. ഒന്ന് മോശ, മറ്റൊന്ന് മോശയുടെ സഹോദരിയായ മിറിയാം. ഇവിടെ മിറിയാമിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് പ്രവാചകിയായ മിറിയാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മോശയുടെ സഹോദരി തന്നെയാണ് പ്രവാചകിയായ മിറിയാം എന്ന് പറഞ്ഞിരിക്കുന്നത്. ഈ പാട്ടിന് ആണ് 15-ാം അധ്യായത്തിന്റെ 1 മുതൽ 21-ാം വാക്യം വരെയുള്ള ഭാഗത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. കാരണം അവർ ചെങ്കടൽ കടന്ന് അക്കരെ കയറി. നമ്മൾ ഈ ഭാഗം പഠിക്കുമ്പോൾ നമ്മൾ ആത്മീകമായി ഇതിന്റെ പിൻപിൽ നമുക്ക് കാണുവാൻ കഴിയുന്ന ഒരു ചിത്രമുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ആദ്യത്തെ അധ്യായങ്ങൾ പഠിച്ചു വരുമ്പോൾ 6 അധ്യായങ്ങളിലും നമ്മൾ മോശയെ കുറിച്ചാണ് പറയുന്നത്. മോശ എവിടെ ജനിച്ചു, മോശയുടെ ജനനം എങ്ങനെയായിരുന്നു, മോശ എവിടെ വളർന്നു എന്നുള്ളതായ ചരിത്രമാണ് പറയുന്നത്. അതിനോട് ചേർന്ന് വരുന്നത് ഇസ്രായേൽ മക്കളുടെ ചരിത്രമാണ്. അവര് മിസ്രൈമിൽ ഫറവോന് അടിമകളായി കിടക്കുകയായിരുന്നു. ആ ജനത്തെ വിടുവിക്കുവാനാണ് ദൈവം മോശയെ അവിടേക്ക് അയക്കുന്നത്. മോശയുടെ കൂടെ ദൈവം അയച്ചത് മോശയുടെ സഹോദരനായ അഹറോനെയാണ്. ഈ ചരിത്രം ഇന്ന് രാത്രിയിൽ അറിയാൻ വയ്യാത്തവരാരുമില്ല. കഴിഞ്ഞ ദിവസം ശാന്തമായി നമ്മൾ ഈ കാര്യങ്ങൾ പഠിച്ചതാണ്. നമുക്ക് അതിനകത്തുനിന്ന് അതിൻ്റെ ആത്മികമായ ഒരു ഭാഗം നമ്മൾ ചിന്തിക്കാനാണ് ഇന്ന് താല്പര്യപ്പെടുന്നത്. 14-ാം അധ്യായം വരെ 15-ാം അധ്യായം വരെ വരുമ്പോഴുള്ള ഒരാത്മിക പാഠം നമുക്ക് അതിനകത്തുനിന്ന് പഠിക്കണം. അത് പ്രയോജനപരമായിരിക്കും. ചരിത്രമല്ല അതിനകത്ത്. അതെന്തിനെ സൂചിപ്പിക്കുന്നു, അതെന്തിന് സാദൃശ്യം വഹിക്കുന്നു, ഈ 15 അധ്യായങ്ങൾ എന്തിനെ സാദൃശ്യീകരിക്കുന്നു. അവിടെ പ്രധാനമായി നിൽക്കുന്ന 2-3 വ്യക്തികളുണ്ട്. ഒന്ന് മിസ്രൈമിന്റെ അധിപതിയായ ഫറവോനാണ്. 2 അവരെ അവിടെ നിന്ന് വിടുവിക്കാനായിട്ട് ദൈവത്താൽ നിയോഗിക്കപ്പെട്ട മോശയും അഹറോനുമാണ്. ദൈവം അവരെ വിടുവിക്കുവാനായി അവിടെ ദൈവപ്രവൃത്തി വെളിപ്പെടുന്നു. അതാണ് 10 ബാധകൾ ദൈവം അവിടെ അയച്ചു. ഒടുവിലെ ബാധയിൽ അവരവിടെ നിന്ന് വിടുവിക്കപ്പെട്ടു. അപ്പോൾ 12-ഉം 13-ഉം അധ്യായത്തിൽ നമ്മൾ വരുമ്പോൾ 10 ബാധകളുടെ കഠോരമായ പ്രവൃത്തി ഉണ്ടായപ്പോഴാണ് ഫറവോ ജനത്തെ വിട്ടയക്കുന്നത്. അവിടുത്തെ പ്രധാന വിഷയം 12-ാം അധ്യായവും 13-ാം അധ്യായവും നമ്മൾ പഠിച്ചതാണ്. 12-ാം അധ്യായത്തിലെ വിഷയം പെസഹ എന്നുള്ളതാണ്. പാസ് ഓവർ എന്ന് പറഞ്ഞാൽ കടന്നുപോക്ക്. പാസ് ഓവർ എന്തിനെ കുറിക്കുന്നു എന്നുള്ളത് വ്യക്തമായ നിലയിൽ ബൈബിൾ പഠിച്ചുകൊണ്ടിരുന്ന ദൈവമക്കൾക്ക് എല്ലാവർക്കും അറിയാം. നമ്മുടെ പെസഹ കുഞ്ഞാടും അറുക്കപ്പെട്ടു, അത് ക്രിസ്തു തന്നെ. അപ്പൊ പെസഹ എന്ന് പറയുന്നത് നമുക്ക് ലഭിച്ച വീണ്ടെടുപ്പിനെയാണ് കുറിക്കുന്നത്. ഇപ്പൊ 12-ഉം 13-ഉം അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അത് ഒരു വീണ്ടെടുപ്പിനെ കുറിച്ച് കാണാൻ കഴിയുന്നു. 12-ഉം 13-ഉം അധ്യായത്തിൽ 12-ാം അധ്യായത്തിൽ പെസഹയാണ് വിഷയം. അവിടെ അത് നമുക്ക് ലഭിച്ച വീണ്ടെടുപ്പിനെയാണ് കുറിക്കുന്നത്. വീണ്ടെടുപ്പ് ലഭിച്ച ദൈവമക്കൾക്ക് അടുത്ത പടി വിശുദ്ധീകരണമാണ്. അതായത് നമുക്ക് ലഭിക്കുന്ന വീണ്ടെടുപ്പിനോടുള്ള ബന്ധത്തിൽ പുതിയ നിയമ വ്യവസ്ഥ അനുസരിച്ച് നമുക്ക് ലഭിക്കുന്നത് ശുദ്ധീകരണമാണ്. ശുദ്ധീകരണം. ആ ശുദ്ധീകരണത്തെ കുറിക്കുന്നതാണ് 7 ദിവസം നീണ്ടു നിൽക്കുന്ന പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാൾ.
വീണ്ടെടുപ്പിനോടുള്ള ബന്ധത്തിൽ നിൽക്കുന്ന അടുത്ത ഉപദേശമാണ് ശുദ്ധീകരണം എന്ന് പറയുന്നത്. വീണ്ടെടുപ്പ് 12-ാം അധ്യായത്തിലെ വിഷയമാണ്. പെസഹ വീണ്ടെടുപ്പിനെ കുറിക്കുന്നു. 13-ാം അധ്യായത്തിൽ വരുമ്പോൾ അത് നമ്മുടെ ശുദ്ധീകരണത്തെ കുറിക്കുന്നു. നമ്മുടെ ശുദ്ധീകരണം എന്ന് പറഞ്ഞ ഒരു ദിവസമല്ല, നമ്മുടെ ആയുസ് മുഴുവൻ നീണ്ടു നിൽക്കേണ്ടതാണ്. അവരെ സംബന്ധിച്ച് 7 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു പ്രക്രിയയാണ് പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാൾ. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിതത്തിൽ മുഴുവനും നീണ്ടു നിൽക്കുന്ന ഒന്നാണ് ശുദ്ധീകരണം. അതിന് സ്തോത്രം. അടുത്തത് നമ്മൾ വായിക്കുമ്പോൾ അത് 12-ാം 13-ാം അധ്യായം കഴിഞ്ഞ് 14-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്നത് ചെങ്കടൽ തരണമാണ്. ചെങ്കടൽ കടക്കുന്നതാണ്. അതൊരു വലിയ അത്ഭുതമാണ്. ദൈവം അവരെ ചെങ്കടലിന്റെ അക്കരയ്ക്ക് കൊണ്ടുവരുന്നു. ചെങ്കടൽ തരണം എന്ന് പറയുന്നത് എന്താണെന്ന് കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചു. 1 Corinthians 10-ാം അധ്യായത്തിന്റെ അടിസ്ഥാനത്തിൽ ആ ചെങ്കടൽ കടക്കുക എന്ന് പറയുന്നത് സ്നാനത്തിന് മുൻകുറിയായി നിൽക്കുകയാണ്. നമ്മുടെ പിതാക്കന്മാർ എല്ലാവരും മേഘത്തിൻ കീഴിലും സമുദ്രത്തിലൂടെയും സ്നാനമേറ്റ് മോശയോട് ചേർന്നു. നമ്മെ സംബന്ധിച്ചിടത്തോളം പെസഹ കുഞ്ഞാട് അറുക്കപ്പെട്ടതിനാൽ നാം ക്രിസ്തുവിലുള്ള ആ രക്ഷ വീണ്ടെടുപ്പിന് അവകാശികളായി തീർന്നു. അടുത്തത് നമ്മുടെ ജീവിതത്തിൽ തുടർന്നു വരുന്നതാണ് ശുദ്ധീകരണം എന്ന് പറയുന്നത്. സാന്റിഫിക്കേഷൻ, ശുദ്ധീകരണം. ആദ്യം നമുക്ക് ലഭിക്കുന്നത് സാൽവേഷൻ ആണ്. രണ്ടാമത് നമുക്ക് ലഭിക്കുന്നത് സാന്റിഫിക്കേഷൻ ആണ്. മൂന്നാമത്തത് അനുഭവമാണ് ബാപ്റ്റിസം എന്ന് പറയുന്നത്. അതിന് വാട്ടർ ബാപ്റ്റിസം. നോക്കുക, അവര് വാട്ടർ ബാപ്റ്റിസം കഴിഞ്ഞ് അക്കരയ്ക്ക് കയറുകയാണ്. അവരടുത്തത് ഇനിയും മരുഭൂമി യാത്രയാണ്. നീണ്ടു നിൽക്കുന്ന 40 വർഷത്തെ അവരുടെ മരുഭൂമി യാത്രയാണ്. ആ മരുഭൂമി യാത്രയിൽ അവരാദ്യം പോകുന്നതിനെ കുറിച്ചാണ് 15-ാം അധ്യായത്തിന്റെ 22-ാം വാക്യം മുതൽ താഴോട്ട് വായിക്കുന്നത്. അപ്പൊ ആ ശുദ്ധീകരണം കഴിഞ്ഞ് അല്ലെങ്കിൽ സ്നാനം കഴിഞ്ഞ് മറുകരയിലേക്ക് കയറിയപ്പോൾ അവരുടെ പാട്ടാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. സ്തോത്രഗീതം പാടുക. എന്താ അവരുടെ സ്തോത്രഗീതമെന്ന് നിങ്ങൾ അത്ര 21 വാക്യങ്ങളും നിങ്ങളൊന്ന് വായിച്ചു നോക്കണം. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാകും. അതിൽ അവരെ പിടിച്ചടക്കി വെച്ചിരുന്ന ഫറവോന്റെ മേൽ ദൈവം അയച്ച ന്യായവിധിയെ കുറിച്ച് അവർ പാടുന്നു. ഫറവോനെയും അവന്റെ സൈന്യത്തെയും ചെങ്കടൽ ആഴ്ത്തിക്കളഞ്ഞു എന്ന് അവർ പാടുന്നു. രണ്ടാമത് അവരവരുടെ വാഗ്ദത്ത ദേശത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഞങ്ങൾക്ക് അവിടെ ഒരു ആലയം ദൈവം തരുവാൻ പോകുന്നല്ലോ എന്നോർത്ത് അവർ ദൈവത്തെ സ്തുതിക്കുന്നു. അപ്പോ നമുക്ക് നോക്കുക, വീണ്ടെടുപ്പ്, അത് കഴിഞ്ഞുള്ള ശുദ്ധീകരണം, അത് കഴിഞ്ഞ് സ്നാനം, അത് കഴിഞ്ഞ് ദൈവിക ആരാധന. അവർ ആ ദൈവത്തെ സ്തുതിക്കുകയാണ്. അപ്പൊ ഇതുവരെ പാടിയിട്ടില്ലാത്ത ഒരു പാട്ട് മോശയും ആ മോശയുടെ സഹോദരിയായ മിറിയാമും പാടുന്നു. മിറിയാം ആ കൊയറിന് ലീഡർഷിപ്പ് കൊടുക്കുകയാണ്. സഹോദരിമാർ ഗാനപ്രതിഗാനമായി പാടുന്നെന്ന് അവിടെ എഴുതിയിരിക്കുന്നു. സ്ത്രീകൾ ഗാനപ്രതിഗാനമായി പാടുന്നു. അപ്പോൾ ശുശ്രൂഷയിൽ ദൈവത്തെ ആരാധിക്കുന്നതിൽ പുരുഷന് സ്ത്രീയോ എന്നൊന്നും വ്യത്യാസമൊന്നുമില്ല. ദൈവത്തെ ആരാധിക്കുവാൻ ദൈവം പുരുഷനെയും സ്ത്രീയെയും വേർതിരിച്ചിരിക്കുകയാണ്. ഈ വലിയ ആരാധനയ്ക്ക് വിടാതിരിക്കുവാൻ ഫറവോ ചെയ്തുകൊണ്ടിരുന്നതായ പ്രവൃത്തി ഈ 8-ാം അധ്യായം മുതൽ നമ്മൾ 14-ാം അധ്യായം വരെയും നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ഇതിനെ ഒന്നുകൂടെ പറയാം, ഈ ജനത്തെ വിട്ടയക്കയില്ല എന്നാണ് ഫറവോ ആദ്യം പറഞ്ഞത്. മോശയും അഹറോനും ഫറവോന്റെ അടുക്കൽ ചെന്നു. യഹോവ ഞങ്ങളോട് പറഞ്ഞു, മരുഭൂമിയിൽ നിന്റെ ജനത്തെ ഉത്സവം ആചരിക്കേണ്ടതിന് വിട്ടയക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഫറവോ പറഞ്ഞ മറുപടി നമുക്ക് എല്ലാവർക്കും അറിയാം. യഹോവ എന്ന് പറഞ്ഞാൽ ആരാ? ഞാൻ അവരെ വിട്ടയക്കുകയില്ല.
ഞാൻ അവരെ വിട്ടയക്കുകയില്ല. ഇത് ഇന്ന് രാത്രി വചനം പഠിച്ചുകൊണ്ടിരിക്കുന്ന ദൈവമക്കൾ ഒന്നുകൂടെ ശാന്തമായി ചിന്തിക്കണം. എല്ലാവരും ശ്രദ്ധിക്കണം. നിങ്ങളുടെ ഹൃദയത്തിൽ ഒരു പുതിയ ആശയം ഇന്ന് രാത്രി ദൈവാത്മാവ് ഇതിൽ നിന്ന് നിങ്ങൾക്ക് നൽകും. നിങ്ങൾ ഹിസ്റ്ററി പഠിക്കുകയല്ല, കഥ പഠിക്കുകയല്ല, നിങ്ങൾ അതിനകത്തുള്ളതായ ആത്മീക തത്വം എന്തായിരുന്നു എന്നാണ് പഠിക്കേണ്ടത്. അപ്പോൾ ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്ന 2-3 കാര്യങ്ങൾ ഒന്നുകൂടെ ഞാൻ ഓർപ്പിക്കാം. ഒന്ന് മിസ്രയമാണ്. മിസ്രയം എന്ന് കേൾക്കുമ്പോൾ നമ്മൾ ഓർക്കണം, പാപം നിറഞ്ഞതും അടിമത്തത്തിൽ കിടക്കുന്നതായ ജനം കഷ്ടപ്പെടുന്നതുമായ ഒരു സ്ഥലമാണ് മിസ്രയം. മിസ്രയം എന്ന് പറയുന്നത് അടിമത്തത്തിൽ കിടന്ന് കഷ്ടപ്പെടുന്ന ഒരു ജനവിഭാഗം പാർക്കുന്ന സ്ഥലമാണ് മിസ്രയം. അതെന്തിനെ കുറിക്കുന്നു? ഓരോ വിശ്വാസിയുടെയും ജീവിതത്തില് പാപമാകുന്ന അടിമത്തത്തിൽ ആണ്ടുകിടന്ന് കഷ്ടപ്പെടുന്ന രോഗികളായി, വേദന അനുഭവിക്കുന്നവരായി, ഉപദ്രവിക്കപ്പെടുന്നവരായി കിടന്ന് കഷ്ടപ്പെടുന്ന ഒരു ജനവിഭാഗത്തെയാണത് കാണിക്കുന്നത്. ഈ ചിന്ത നമ്മുടെ മനസ്സിൽ വെച്ചുകൊണ്ട് പൗലോസ് പറഞ്ഞ ആ വാക്യം ഒന്ന് ഓർക്കണം. അയ്യോ, ഞാൻ അരിഷ്ട മനുഷ്യൻ, ഈ പാപത്തിന് അധീനമായ ശരീരത്തിൽ നിന്ന് എന്നെ ആര് വിടുവിക്കും? അയ്യോ, ഞാൻ അരിഷ്ട മനുഷ്യൻ, ഈ പാപത്തിന് അധീനമായ ശരീരത്തിൽ നിന്ന് എന്നെ ആര് വിടുവിക്കും? ഇതാണ് പാപിയുടെ നിലവിളി. പാപി പാപത്തിൽ കിടക്കുകയാണ്, അടിമത്തത്തിൽ കിടക്കുകയാണ്, അവിടെ കിടന്ന് നിലവിളിക്കുകയാണ്. അവിടെ ഭരിക്കുന്ന ഒരു വ്യക്തിയെ ഞങ്ങൾക്ക് കാണാൻ കഴിയും. എല്ലാവർക്കും അറിയാം, പേര് ഫറവോ എന്നാണ്. ഫറവോ ഈ ലോകത്തിന്റെ അധിപതിയായ പിശാചിന്റെ സാദൃശ്യീകരിക്കുകയാണ്. അന്ന് മിസ്രൈമിനെ ഭരിക്കുന്ന ഫറവോ ഇന്ന് ഈ ലോകത്തിന്റെ അധിപതിയായ ശത്രുവിനെ അല്ലെങ്കിൽ പിശാചിനെ ചിത്രീകരിക്കുകയാണ്. ഈ പാപത്തിന് അടിമയിൽ കിടക്കുന്ന വ്യക്തിയെ കുറിച്ച് ഈ ലോകത്തിന്റെ പ്രഭുവിന് പറയുവാനുള്ള പദം എന്താണ്? ദൈവത്തെ ആരാധിപ്പാൻ ഞാനിവരെ വിട്ടയക്കുകയില്ല. അതാണ് ഈ ലോകത്തിന് പറയുവാനുള്ളത്. എന്നാൽ ലോകത്തിലെല്ലാ ഇടങ്ങളിലും സർവസൃഷ്ടിയോടും ദൈവത്തിന്റെ സന്ദേശം അറിയിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് സർവജനത്തിനുണ്ടാകുവാനുള്ള ഒരു മഹാസന്തോഷം വിളിച്ചറിയിച്ചുകൊണ്ടിരിക്കുകയാണ്. സുവിശേഷം വിളിച്ചറിയിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ ലോകത്തിന്റെ അധിപതി അല്ലെങ്കിൽ ഫറവോ എടുത്ത 5 തന്ത്രങ്ങളുണ്ട്. ഇതിന് ഫറവോന്റെ പഞ്ചതന്ത്രങ്ങൾ എന്നാണ് പറയുന്നത്. ഈ 5 തന്ത്രങ്ങൾ എന്തെല്ലാമായിരുന്നു? ഇന്ന് ഇതും ആയിട്ട് വല്ല സാദൃശ്യവും ലോകത്തിൽ നടക്കുന്ന വസ്തുതകളുമായിട്ടുണ്ടോ എന്നാണ് ഇന്ന് നമ്മൾ രാത്രി പഠിക്കുന്നത്. ഇത് ഒരധ്യായത്തിലെ മാത്രമല്ല, ഇതുവരെ പഠിച്ച അധ്യായങ്ങളിലെ ഒരു വിഷയം നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരികയാണ്. ഫറവോന്റെ പഞ്ചതന്ത്രം. ഇത് നമ്മൾ പഠിക്കാൻ പോകുകയാണ്. ഒന്നാമത്തെ ഫറവോന്റെ പഞ്ചതന്ത്രം എന്തായിരുന്നു? പഞ്ചതന്ത്രത്തിലെ ഒന്നാമത്തെ കാര്യം 8-ാം അധ്യായം എടുത്താട്ട് 8-ാം അധ്യായം, പുറപ്പാട് പുസ്തകം 8-ാം അധ്യായം, അതിന്റെ ലാസ്റ്റിലേക്ക് വരുന്ന 8-ാം അധ്യായത്തിന്റെ 24-ാം വാക്യം മുതൽ താഴോട്ട് 24-ഉം 25-ഉം വാക്യം നോക്കിയാട്ട്. യഹോവ അങ്ങനെ തന്നെ ചെയ്തു. അനവധി നായീച്ച ഫറവോന്റെ അരമനയിലും അവന്റെ ഭൃത്യന്മാരുടെ വീടുകളിലും മിസ്രയീം ദേശത്ത് എല്ലായിടവും വന്നു. നായീച്ചയാൽ ദേശം നശിച്ചു. അപ്പോൾ ഫറവോൻ മോശയെയും അഹരോനെയും വിളിച്ചു, നിങ്ങൾ പോയി ദേശത്ത് വെച്ച് തന്നെ നിങ്ങളുടെ ദൈവത്തിന് യാഗം കഴിപ്പീൻ എന്ന് പറഞ്ഞു. ഒന്നാമത്തെ ഫറവോന്റെ തന്ത്രമാണ് നായീച്ചയുടെ ശല്യമുണ്ടായി കഴിഞ്ഞപ്പോൾ ജീവിതം ഫെഡപ്പായി തീർന്നു. ആദ്യം ഉണ്ടായത് തവളയാണ്. അത് കഴിഞ്ഞ് മറ്റൊരു ഉപദ്രവമുണ്ടായി. അത് കഴിഞ്ഞ് പിന്നെയും 3-ാമതൊരു ശല്യമുണ്ടായി. 4-ാമതൊരു ശല്യമുണ്ടായി. ഇതെല്ലാം ഉണ്ടായി കഴിഞ്ഞപ്പോൾ ഒന്നിനു പുറകെ ശല്യം. അവർ ജീവിക്കാൻ വയ്യാത്തൊരവസ്ഥ ഫറവോനും മിസ്രൈമിലെ ജനത്തിനും ഉണ്ടായി. അപ്പോൾ
ജനത്തോട് പറഞ്ഞ ഒന്നാമത്തെ പ്രസ്താവന. ആത്മാർത്ഥമായി പറയുകയാണോ അതോ ഇതൊരു തന്ത്രപരമായ കാര്യമാണോ എന്ന് നമ്മൾ ചിന്തിക്കണം. എന്താ പറഞ്ഞത്? 25-ാമത്തെ വാക്യം. അപ്പോൾ ഫറവോൻ മോശയെയും അഹറോനെയും വിളിച്ചു, നിങ്ങൾ പോയി ദേശത്ത് വെച്ച് തന്നെ നിങ്ങളുടെ ദൈവത്തിന് യാഗം കഴിപ്പീൻ എന്ന് പറഞ്ഞു. മിസ്രയീം വിട്ടുപോകുവാനല്ല പറഞ്ഞത്. മോശ എന്ന് പറഞ്ഞത് 3 ദിവസത്തെ വഴി പോയി ദൈവത്തെ ആരാധിക്കണമെന്ന്. എന്നാൽ ഫറവോ പറഞ്ഞത് എന്താണ്? അങ്ങനെ അത് പറ്റുകയില്ല. നിങ്ങൾക്ക് ദൈവത്തെ ആരാധിക്കണമോ? ഇവിടെ തന്നെ ആരാധിച്ചോളി. എന്റെ അർത്ഥം മിസ്രയീം വിട്ടുപോകുവാൻ പാടില്ല. ഈ മിസ്രയീമിൽ തന്നെ നിങ്ങൾ ആരാധിച്ചോണം. ഇവിടുന്ന് വിടയത്തില്ല. ഈ മിസ്രയീമാകുന്ന അടിമത്തത്തിൽ ഇവിടെ കടന്ന് ഇവിടെ ഇരുന്ന് ദൈവത്തെ ആരാധിച്ചോണം. ഒരിക്കല് പരേതനായ ഖാനമച്ചൻ ഒരു സംഭവം പറഞ്ഞു. ഒരു മനുഷ്യൻ കിണറ്റിൽ വീണു. അവൻ അയ്യോ എന്ന് കിടന്ന് നിലവിളിക്കുന്നത് കേട്ട് നാട്ടുകാർ ഓടി വന്നു. കിണറ്റിലേക്ക് ഏണി ഇറക്കി അവനെ കിണറ്റിൽ നിന്ന് പൊക്കിയെടുത്ത് ആ കിണറിന്റെ അകത്ത് വെള്ളമുണ്ടെങ്കിലും സൈഡിലൊരു പാറക്കെട്ടുണ്ടായിരുന്നുകൊണ്ട് അവിടെ കയറ്റി അവിടെ ഇരുത്തി. ഉടനെ ഈ മനുഷ്യൻ പറയാണ്, നിങ്ങൾ എന്നെ രക്ഷിച്ചതിൽ വളരെ നന്ദിയുണ്ട്. ഞാൻ ഇനി മുറത്തോട്ട് വരുന്നില്ല. ഞാൻ ഈ പാറക്കെട്ടയിൽ ഇവിടെ ഇരുന്നോളാം. വല്ലതും കഴിക്കാനുണ്ടെങ്കിൽ ഇങ്ങോട്ട് തന്നേച്ചാൽ മതി എന്ന് പറഞ്ഞാൽ ഈ മനുഷ്യനെ കുറിച്ച് നിങ്ങൾ എന്ത് പറയും? ഇതുപോലെയാണ് പലരുടെയും പ്രസ്താവനകളും പലരും ചിന്തിക്കുന്നതും. മിസ്രയീമാകുന്ന അടിമത്തത്തിൽ കിടക്കുകയാണ്. ഫറവോനാകുന്ന ഒരു ഭരണാധികാരിയുടെ കീഴിൽ കിടന്ന് ചാട്ടവാറ് കൊണ്ടുള്ള അടികൊള്ളുകയാണ്. അവർ പറയുന്നതനുസരിച്ച് ഇഷ്ടിക ഉണ്ടാക്കുകയാണ്. ഇത് പാപത്തിന്റെ കഠോരമായ അവസ്ഥയെ കുറിക്കുന്നതാണ്. ആ ജനത്തോട് പറയാണ്, ഈ ദേശം വിട്ടുപോകണ്ട, ഇവിടെ തന്നെ അങ്ങ് ആരാധിച്ചോണ്ടാ മതി. ഉടനെ മോശ അതിന് പറഞ്ഞ മറുപടി അടുത്ത വാക്യത്തിലുണ്ട്. മോശ പറഞ്ഞു, ഞങ്ങൾ ഇവിടം വിട്ടു പോകുന്നത് യഹോവയെ ആരാധിക്കുവാനാണ്. ഞങ്ങളുടെ ആരാധന നിങ്ങളുടെ ആരാധനയിൽ നിന്ന് വ്യത്യസ്തമുണ്ട്. ഞങ്ങളുടെ ആരാധന മൃഗങ്ങളെ യാഗം കഴിച്ച് ദൈവത്തെ ആരാധിക്കുകയാണ്. ഞങ്ങൾക്ക് അതിനുവേണ്ടി പോയേ ഒക്കത്തുള്ളൂ. ഞങ്ങൾ ഇവിടെ കാളയോ പശുവിനെയോ യാഗം കഴിക്കുന്നത് കണ്ടാൽ മിസ്രയീമിൽ ഞങ്ങളെ കല്ലെറിയുകയും ഉപദ്രവിക്കുകയും പീഡിപ്പിക്കുകയും ചെയ്യും. അതുകൊണ്ട് ഇവിടെ ആരാധന പറ്റത്തില്ല. കാര്യം മനസ്സിലായോ? എന്തുകൊണ്ട് ഞങ്ങൾക്ക് ഇവിടുന്ന് പോകണം? കാരണം ഞങ്ങളിവിടെ ഞങ്ങളുടെ രീതിയിലുള്ള ഒരു ആരാധന ഇവിടെ നടത്തിയാൽ മിസ്രയീമിൽ ഞങ്ങളെ എന്ത് ചെയ്യും? കല്ലെറിയും. ഞങ്ങളെ കല്ലെറിയും, ഞങ്ങളെ പീഡിപ്പിക്കും, ഞങ്ങളെ മർദ്ദനം ചെയ്യും. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇവിടം വിട്ടു പോകണം. അപ്പോൾ ഫറവോന്റെ ഒന്നാമത്തെ തന്ത്രം ഫലിച്ചില്ല. ഒന്നാമത്തെ തന്ത്രം ദേശം വിട്ടുപോകണ്ട, ദേശത്ത് തന്നെ ആരാധിപ്പീൻ, ഫലിച്ചില്ല. രണ്ടാമത്തെ തന്ത്രം എന്തായിരുന്നു? 28-ാമത്തെ വാക്യം നോക്കിയാട്ട്, 8-ാം അധ്യായം 28-ാം വാക്യം. ദൂരത്ത് മാത്രം പോകരുത്, എനിക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ എന്ന് പറഞ്ഞു. എത്ര ഭക്തനായ ഒരു മനുഷ്യൻ! നിങ്ങളെ വിട്ടയക്കാം, പക്ഷേ അധികം ദൂരത്ത് പോകരുത് എന്ന് പറഞ്ഞാൽ കൈ എത്തി പിടിക്കാവുന്നിടത്ത് വരെ പോകാവൂ. ഞാനും രഥവുമായിട്ട് വരുന്നിടത്ത് വരെ പോകാവൂ. ഇതിന്റെ അർത്ഥം കാലയിൽ ഒരു കയറും കെട്ടി ഒരു കുറ്റിയെ കെട്ടിയിട്ടിരിക്കുന്ന പോലെ ഞാൻ പറയുന്ന ദൂരത്ത് വരെ മാത്രമേ പോകാവൂ. ആരാധന കഴിഞ്ഞ് ഈ മടങ്ങി വരികയും വേണം. പൂർണ്ണമായി പോകുവാൻ പാടില്ല. കാരണം ഇതിനെയാണ് ബന്ധനമിട്ട് നിർത്തുക എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ആരാധിക്കണോ? പൊക്കോളിൻ, പക്ഷെ അധികം ദൂരമൊന്നും പോകരുത്. വിട്ടയക്കാം, അധികം ദൂരം പോകരുത്. ഇതിന്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ? ദൈവത്തിന്റെ തിരുഹിതത്തിൽ പ്രകാരം പറഞ്ഞതായ വാഗ്ദത്തങ്ങളെ അവഗണിക്കുകയാണ്. ദൈവത്തിന്റെ വ്യവസ്ഥ മരുഭൂമിയിൽ ചെന്ന് 3 ദിവസത്തെ വഴി അപ്പുറം പോയി യഹോവയെ ആരാധിക്കുക എന്നുള്ളതാണ്.
അത് ലംഘിക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ അടവ്. ഇതാണ് ഇന്ന് ലോകത്തിൽ പിശാച് ചെയ്യുന്നത്. ആരാധിക്കണോ, ആരാധിച്ചു, പക്ഷേ ഒരുവനും ഇതിനകത്തുനിന്ന് പുറത്തു പോകരുത്. ഇങ്ങനെ പറഞ്ഞാൽ എങ്ങനെ ആരാധിക്കാൻ ഒക്കും? ആരാധന എങ്ങനെ നടക്കും? അത് മോശ സമ്മതിച്ചു കൊടുത്തില്ല. നിങ്ങൾ മോശയെയും അഹറോനെയും വളരെ ആദരിക്കണം. ഈ പരിപാടി ഞങ്ങൾക്കൊക്കത്തില്ല, ഞങ്ങൾക്ക് പുറത്തു പോയി ആരാധിക്കണം. മൂന്നാമത്തെ അടവ്, അത് ഫറവോന്റെ തന്ത്രം എന്താണ്? 10-ാം അധ്യായം 9-ഉം 10-ഉം വാക്യം വായിച്ചാൽ 11 വാക്യം. 9-ാം അധ്യായം 10-ാം അധ്യായം 9, 10, 11. എന്നാൽ പോകേണ്ടുന്നവരാരെല്ലാം എന്ന് ചോദിച്ചതിന് മോശ, ഞങ്ങൾക്ക് യഹോവയുടെ ഉത്സവം ഉണ്ടാകുകൊണ്ട് ഞങ്ങളുടെ ബാലന്മാരും വൃദ്ധന്മാരും പുത്രന്മാരും പുത്രിമാരുമായി പോകും. ഞങ്ങളുടെ ആടുകളെയും കന്നുകാലികളെയും കൂടെ കൊണ്ടുപോകും എന്ന് പറഞ്ഞു. അവൻ അവരോട്, ഞാൻ നിങ്ങളെയും നിങ്ങളുടെ കുഞ്ഞുകുട്ടികളെയും വിട്ടയച്ചാൽ യഹോവ നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ. നോക്കുവീൻ, ദോഷമാകുന്നു നിങ്ങളുടെ ആന്തരം. അങ്ങനെയല്ല, നിങ്ങൾ പുരുഷന്മാർ പോയി യഹോവയെ ആരാധിച്ചു കൊള്ളുവീൻ. ഇതല്ലോ നിങ്ങൾ അപേക്ഷിച്ചത് എന്ന് പറഞ്ഞ് അവരെ ഫറവോന്റെ സന്നിധിയിൽ നിന്ന് ആട്ടിക്കളഞ്ഞു. നോക്കണം, മൂന്നാമത്തെ ഫറവോന്റെ തന്ത്രം എന്താണ്? മോശയും അഹറോനും പറഞ്ഞു, ഞങ്ങൾ യഹോവയെ ആരാധിക്കാൻ പോകുമ്പോൾ ഞങ്ങളുടെ ഭാര്യമാര്, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ, ഞങ്ങളുടെ കുട്ടികൾ, ഞങ്ങളുടെ മൃഗങ്ങൾ, ഞങ്ങളെല്ലാവരും കൂടെ ഒന്നിച്ചു പോയി യഹോവയെ ആരാധിക്കും. അപ്പനും അമ്മയും കുഞ്ഞുങ്ങളും ഞങ്ങളുടെ മൃഗങ്ങളും എല്ലാം കൂടെ പോയി യഹോവയെ ആരാധിക്കും. ഫറവോ പറഞ്ഞു, അത് പറ്റത്തില്ല. നിങ്ങളൊരു കാര്യം ചെയ്യുന്ന, ആരാധിച്ചാ പോരായോ? പുരുഷന്മാർ മാത്രം പോവേ. അതിന്റെ അർത്ഥം എന്താണ്? കുഞ്ഞുങ്ങളെ കൊണ്ടുപോകണ്ട, ആടുമാടുകളെ കൊണ്ടുപോകണ്ട, ഒന്നും കൊണ്ടുപോകണ്ട, മൃഗങ്ങളെ കൊണ്ടുപോകണ്ട, എല്ലാം നിങ്ങൾ മാത്രം പോയി ആരാധിച്ചു പോകുന്ന ചെയ്യാം. അപ്പോൾ മോശ പറഞ്ഞത്, അത് പറ്റുകയില്ല. കാരണം ഒരു കുളമ്പ് പോലും ഇവിടെ ശേഷിക്കാതെ ഞങ്ങൾക്ക് മുഴുവനായി പോയി ദൈവത്തെ ആരാധിക്കണം. കാരണം അവിടെ ചെല്ലുമ്പോഴാണ് ഏത് മൃഗത്തെ യാഗം കഴിക്കണമെന്ന് ഞങ്ങൾ നിശ്ചയിക്കുന്നത്. അതുകൊണ്ട് ഈ മൃഗമില്ലാതെ ഞങ്ങൾ പോവുകയില്ല. കാരണം ഞങ്ങൾ പോകുന്നത് മൃഗത്തെ യാഗം കഴിച്ച് ദൈവത്തെ ആരാധിക്കാനാണ്. 2, ഞങ്ങൾ ആരാധിക്കുമ്പോൾ ഞങ്ങളുടെ കുഞ്ഞുങ്ങളും ഞങ്ങളുടെ ഭാര്യമാരും എല്ലാം അടുക്ക വേണം. കാരണം യോശുവ പറഞ്ഞത്, ഞാനും എന്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കുമെന്ന. ഞങ്ങൾക്ക് കുടുംബമായി ദൈവത്തെ സേവിക്കണം. അപ്പൊ കുടുംബമായി ദൈവത്തെ സേവിക്കുവാൻ പ്രതിബന്ധമുണ്ടാക്കുന്നത് ഫറവോയാണ്, ഫറവോന്റെ ശക്തിയാണ്. ഒരു ഭാഗം മാത്രമല്ല ആരാധിക്കാൻ പോകേണ്ടത്. പലയിടത്തും ഇന്ന് നടക്കുന്നതാണ്. ഭാര്യമാർ ആരാധിക്കാൻ പോകും, പുരുഷന്മാർ വീട്ടിലിരിക്കും. ചില വീട്ടിൽ പുരുഷന്മാർ ആരാധിക്കാൻ പോകും, ഭാര്യയും മക്കളും വീട്ടിലിരിക്കും. ചില വീട്ടിൽ അപ്പനും അമ്മയും പോവും, മക്കൾ വീട്ടിലിരിക്കും. ഇതല്ല ദൈവത്തിന്റെ പ്രമാണം. ദൈവത്തിന്റെ പ്രമാണം കുടുംബമായി ദൈവത്തെ ആരാധിക്കാനാണ്. നിങ്ങൾ പുതിയ നിയമത്തിലെ ഓരോ സംഭവ വികാസങ്ങൾ നോക്കവേ, കാരാഗ്രഹ പ്രമാണിയും അവന്റെ കുടുംബവും ദൈവത്തെ ഒന്നിച്ച് ആരാധിക്കുന്നു. ലുദിയായും അവരുടെ കുടുംബവും ഒന്നിച്ച് ദൈവത്തെ ആരാധിക്കുന്നു. ഫിലിപ്പോസും അവന്റെ കുടുംബവും ഒന്നിച്ച് ദൈവത്തെ ആരാധിക്കുന്നു. ഇതാണ് ദൈവസന്നിധിയിൽ ഏറ്റവും സന്തോഷം. പ്രൈസ് ദി ലോർഡ്. യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ടവൻ അവന്റെ വീടിനകത്ത് അവൻ ഫലപ്രദമായ ഒരു വൃക്ഷം പോലെ ആയിരിക്കും. അവന്റെ കുഞ്ഞുങ്ങൾ അവന്റെ വീടിനകത്ത് ഒലിവുതൈ പോലെ ആയിരിക്കും. അവന്റെ ഭാര്യ അതിനകത്ത് മുന്തിരിപ്പടപ്പ് പോലെ ആയിരിക്കും. ഈ സ്ഥിതിയിലിരിക്കുന്ന പുരുഷൻ ഭാഗ്യവാനെന്ന ദൈവവചനം പറയുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ കുടുംബമായി ദൈവത്തെ ആരാധിക്കുവാൻ പ്രതിബന്ധമിടുന്ന ആള് ഫറവോനാണ്. ഫറവോൻ എന്ത് പേര് വേണേലും നിങ്ങൾ വിളിച്ചോ. കുടുംബമായി ദൈവത്തെ ആരാധിക്കുവാൻ പ്രതിബന്ധമിടുന്നതായ തന്ത്രം മോശ അനുവദിച്ചു കൊടുക്കയില്ല. നമ്മൾ ആ വാക്യത്തിലേക്ക് ഒന്നുകൂടെ വരണം. 10-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ നമുക്കത് 10-ാം അധ്യായത്തിന്റെ
11-ാം വാക്യത്തിന്റെ താഴെ ഭാഗം നമുക്കൊന്നുകൂടെ ഒന്ന് വായിക്കാം. ഇതല്ലോ നിങ്ങൾ അപേക്ഷിച്ചത് എന്ന് പറഞ്ഞ് അവരെ ഫറവോന്റെ സന്നിധിയിൽ നിന്ന് ആട്ടിക്കളഞ്ഞു. ആട്ടിക്കളഞ്ഞു എന്ന് പറഞ്ഞാല് അവിടുന്ന് നല്ല ഭാഷയിലിരിക്കുന്നത് ഇറങ്ങിപ്പോയിടാന്ന് പറഞ്ഞ് അവരെ അവിടുന്ന് ആട്ടിക്കളഞ്ഞു. അടുത്ത മോശ എന്താ പറഞ്ഞെന്ന് നോക്കിയാല് അടുത്ത വാക്യം. അപ്പോൾ യഹോവ മോശയോട് നിലത്തിലെ സകല സസ്യാദികളും കന്മലയിൽ ശേഷിച്ചതൊക്കെയും തിന്നുകളയേണ്ടതിന് വെട്ടുക്കിളി മിസ്രയീം ദേശത്ത് വരുവാൻ നിന്റെ കൈ ദേശത്തിന്മേൽ നീട്ടുക എന്ന് പറഞ്ഞു. അങ്ങനെ മോശ തന്റെ വടി ദൈവത്തെ വിട്ടയക്കില്ലെങ്കിൽ അടുത്ത ന്യായവിധിയാണ് ദൈവം അയക്കാൻ പോകുന്നത്. ജനത്തിന്മേൽ ദൈവം ഒരു ന്യായവിധി അയച്ചു. കൽമഴ കൊണ്ട് നശിച്ച് അവിടെയും ഇവിടെ അവശേഷിച്ച് കിളുത്തു വന്നിരിക്കുന്ന വൃക്ഷം മുഴുവനും തിന്നു തീർക്കാൻ ദൈവം വെട്ടുക്കിളി അയച്ചു. ദൈവത്തിന് ആരും മഴുവും കൊണ്ട് ഇറങ്ങണ്ട ഇതിനെ വെട്ടി നശിപ്പിക്കാൻ. ദൈവത്തിന് ഇടി വെട്ടിക്കാനും മഴ പെയ്യിക്കാനും കാറ്റടിപ്പിക്കാനും അതായത് വെട്ടുക്കിളി അയക്കാനും തവളയെ അയക്കാനും ഒക്കെ ദൈവത്തിന് കഴിയും. ദൈവം ഈ കുളവിയെ വിട്ട് യുദ്ധം ചെയ്യിക്കും. ദൈവത്തിന് ഇന്നതൊന്നുമില്ല. കാരണം ഈ ചരാചരങ്ങളെല്ലാം ദൈവമാണ് സൃഷ്ടിച്ചത്. അവയോട് പറഞ്ഞാൽ അവയെ അനുസരിക്കും. നിങ്ങൾ യോനായുടെ പുസ്തകം നോക്കുക. ദൈവത്തിന്റെ സൃഷ്ടിയെല്ലാം ദൈവത്തെ അനുസരിച്ചിട്ടുണ്ട്. അവിടെ യോനായുടെ പുസ്തകം വായിച്ചിട്ടുള്ളവർക്കെല്ലാം അറിയാം. കടലിനോട് ദൈവം കൽപ്പിച്ചു, ഒരു കൊടുങ്കാറ്റടിപ്പിക്കിനോട് കൽപ്പിച്ചു, അടിച്ചു, കടലിളകി, കൊടുങ്കാറ്റനുസരിച്ചു. ദൈവം ഒരു മത്സ്യത്തോട് കൽപ്പിച്ചു, മത്സ്യം കപ്പലിന്റെ അടുക്കൽ വന്നു, യോനായെ വെട്ടി വിഴുങ്ങി. ദൈവം മത്സ്യത്തോട് കൽപ്പിച്ചു, മത്സ്യം യോനായെ കൊണ്ടുപോയി കരയ്ക്ക് ഛർദ്ദിച്ചു. ദൈവം അവിടെ രാവണക്കിനോട് കൽപ്പിച്ചു, ആവണക്ക് കിളിർത്തു വന്നു. ദൈവം അവനോട് കൽപ്പിച്ചു വലിയ വൃക്ഷമായി തീരാൻ പറഞ്ഞു, അത് വലിയ വൃക്ഷമായി തീരാൻ പറഞ്ഞു. ദൈവം ഒരു പുഴുവിനോട് കൽപ്പിച്ചു, അത് അന്ന് രാത്രി അവിടെ പോയിരുന്നു കുത്തി അതിന്റെ ചോടെല്ലാം കുത്തി തിന്നു, തുളച്ചു. ദൈവം ഒരു കിഴക്കൻ കൊടുങ്കാറ്റിനോട് പറഞ്ഞു അടിക്കാൻ പറഞ്ഞു, ഒരു ഉഷ്ണക്കാറ്റടിച്ചു, ആവണക്ക് ഉണങ്ങിപ്പോയി. ദൈവത്തിന്റെ സൃഷ്ടിയെല്ലാം ദൈവം പറയുന്നത് കേട്ടു. ദൈവം യോനായോട് പറഞ്ഞു, നീ തർസോസിലേക്കല്ല പോകേണ്ടത്, നീ നിനവയിലേക്ക് പോയി ആ ജനത്തോട് മാനസാന്തരപ്പെടുവാൻ പ്രസംഗിക്കണം. യോന അനുസരിച്ചില്ല, കിഴക്കോട്ടല്ല പോയത്, നേരെ പടിഞ്ഞാട്ട്. അപ്പം ചിന്തിക്കണം, അനുസരണക്കേട് കാണിക്കുന്നത് അന്നും ഇന്നും എല്ലാം മനുഷ്യരാണ്. ഫറവോനെ ദൈവം വിടുകയില്ല, ദൈവം ന്യായം വിധിക്കുകയാണ്. 4-ാമത്തെ കാര്യം എന്താണ് ഫറവോന്റെ ന്യായം, ഫറവോന്റെ തന്ത്രം? 10-ാം അധ്യായത്തിന്റെ 24-ാമത്തെ വാക്യം നോക്കിയിട്ട്. അപ്പോൾ ഫറവോൻ മോശയെ വിളിപ്പിച്ചു, നിങ്ങൾ പോയി യഹോവയെ ആരാധിപ്പീൻ, നിങ്ങളുടെ ആടുകളും കന്നുകാലികളും മാത്രം ഇങ്ങു നിൽക്കട്ടെ, നിങ്ങളുടെ കുഞ്ഞുകുട്ടികളും നിങ്ങളോടുകൂടെ പോരട്ടെ എന്ന് പറഞ്ഞു. നിങ്ങൾക്ക് ഭാര്യമാരെ വേണേ കൊണ്ടുപോവാം, കുഞ്ഞുങ്ങളെ വേണേ കൊണ്ടുപോവാം, നിങ്ങൾ പോയിട്ട് ദൈവത്തെ ആരാധിക്കില്ല. ഇതിന്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ? നിങ്ങൾ പോയി ആരാധിച്ച് പിന്നെ തിരിച്ചു വരണമെന്നാണ്. കാരണം എന്താണ്? ഇങ്ങനെ തിരിച്ചു വരുന്നില്ലെങ്കിൽ ഇവരുടെ ആടും മാടും കന്നാലിയും എല്ലാം ഇവിടെ കിടക്കുന്നേ ഉള്ളൂ. കാരണം 5-ാമത്തെ ആ ന്യായവിധി കൊണ്ട് അല്ലെങ്കിൽ പീഡ കൊണ്ട്, 5-ാമത്തെ ദൈവം അയച്ചതായ ആ പരിശോധന കൊണ്ട് ഇവരുടെ ആടുമാടുകൾ പല ചത്തുപോയി, മിസ്രയീമ്യരുടെ. 7-ാമത്തെ ബാധ കൊണ്ട് ഇവരുടെ ആടുമാടുകളൊക്കെ ചത്തുപോയി. അങ്ങനെയാണെങ്കിൽ 5-ാമത്തെയും 7-ാമത്തെയും ബാധ കൊണ്ട് മിസ്രയീമ്യരുടെ ആടുമാടുകൾ ചത്തുപോയതിന്റെ ആ കെടുതി ഒന്ന് നികത്താം ഇവന്മാര് ആടിനെ വിട്ടേക്ക് പോയാൽ. നോക്കണം ഫറവോന്റെ തന്ത്രം. നിങ്ങൾ പോണേ പൊക്കൂ. പക്ഷേ അപ്പോഴും മോശയ്ക്ക് പറയുവാനുള്ളത്, ഞങ്ങൾ പോകയില്ല, ഞങ്ങൾക്ക് അങ്ങനെയല്ല ആരാധിക്കേണ്ടത്. 10-ാം അധ്യായത്തിന്റെ 25-ഉം 26-ഉം വാക്യം കൂടെ നമുക്ക് നോക്കാം, എന്താ ഇവിടെ പറഞ്ഞെന്ന്. അതിന് മോശ പറഞ്ഞത്, ഞങ്ങൾ ഞങ്ങളുടെ ദൈവമായ യഹോവയ്ക്ക് അർപ്പിക്കേണ്ടതിന്
ഈ യാഗങ്ങൾക്കും സർവാംഗ ഹോമങ്ങൾക്കും വേണ്ടി മൃഗങ്ങളെയും നീ ഞങ്ങൾക്ക് തരണം. ഞങ്ങളുടെ മൃഗങ്ങളും ഞങ്ങളോട് കൂടെ പോരേണം. ഒരു കുടുംബം പോലും പിൻപിൽ ശേഷിച്ചു കൂടാ. ഞങ്ങളുടെ ദൈവമായ ഞങ്ങളുടെ ദൈവമായ യഹോവയെ ആരാധിക്കേണ്ടതിന് അതിൽ നിന്നല്ലോ ഞങ്ങൾ എടുക്കേണ്ടത്. ഏതിനെ ആർപ്പിച്ച് യഹോവയെ ആരാധിക്കണമെന്ന് അവിടെ എത്തുവോളം ഞങ്ങൾ അറിയുന്നില്ല. ഞങ്ങൾ പോകുന്നത് ഞങ്ങളുടെ ദൈവമായ യഹോവയ്ക്ക് യാഗമർപ്പിച്ച് യാഗത്തിൽ കൂടെ ദൈവത്തെ ആരാധിക്കാനാ. കാരണം ദൈവത്തിന്റെ സന്നിധിയിൽ രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ വിമോചനമില്ല എന്നുള്ളതാണ് ദൈവത്തിന്റെ വ്യവസ്ഥ. There is no remission without shedding of blood. രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ വിമോചനമില്ല. ഉൽപ്പത്തി മുതൽ നാം പഠിച്ചു വരുന്ന ഒരു വിഷയമാണ്. ദൈവത്തിന്റെ മുൻപിൽ യാഗമർപ്പിക്കുമ്പോൾ രക്തച്ചൊരിച്ചിലുള്ള യാഗമർപ്പിക്കണം. അതുകൊണ്ടാണ് കായീന്റെ യാഗത്തിൽ ദൈവം പ്രസാദിക്കാതെ പോയത്. കായീനോടുള്ള വിരോധമല്ല, പക്ഷേ ഹാബേലിന്റെ യാഗത്തിൽ ദൈവം പ്രസാദിച്ച കാരണം അറിയാമോ? അവന്റെ രക്തം ചിന്തിയുള്ള യാഗമായിരുന്നു. കാൽവറി മേടുകളിൽ ചിന്തപ്പെടുവാൻ പോകുന്ന രക്തത്തെ ദൂരവേ കണ്ടുകൊണ്ട് ശത്രു അതിനെ ഇല്ലായ്മ ചെയ്യുവാൻ പരിശ്രമിക്കുന്നത് കാണുവാനുള്ള കണ്ണ് മോശയ്ക്കും അഹറോനും ഉണ്ടായി. മോശ പറഞ്ഞു, ഇല്ല, ഞങ്ങളുടെ ആടുമാടുകളെ ഇല്ലാതെ ഞങ്ങൾ പോവുകയില്ല. ഒരു കുളമ്പ് പോലും ഇവിടെ ശേഷിക്കില്ല എന്ന് പറഞ്ഞാൽ ഒരു കുഞ്ഞാടിനെ പോലും ഇവിടെ കളഞ്ഞിട്ട് ഞങ്ങൾ പോവുകയില്ല. ഇതാണ് ധൈര്യം എന്ന് പറയുന്നത്. ഞങ്ങൾ ദൈവത്തെ ആരാധിക്കാൻ പോകും. ഫറവോനെ, നീ എന്ത് വേണമെങ്കിലും ചെയ്തു, ഞങ്ങളുടെ വീട്ടിൽ വളർത്തു മൃഗങ്ങളിൽ ഒരു ചെറിയ ആടിനെ പോലും ഇവിടെ കളഞ്ഞിട്ട് ഞങ്ങൾ പോവുകയില്ല. ഞങ്ങൾ എല്ലാമായി പോയി ദൈവത്തെ ആരാധിക്കും. ആരാധനാ വിഷയത്തിൽ ദൈവമക്കൾക്ക് വിട്ടുവീഴ്ച പാടില്ല. പ്രൈസ് ദ ലോർഡ്. ഇവിടെ അടിയോ പിടിയോ വെട്ടോ ഇതൊന്നും ഒരു വിഷയമല്ല. ഞങ്ങൾ ദൈവത്തെ ആരാധിക്കും. പ്രൈസ് ദ ലോർഡ്. 1960 ഞാൻ വിശ്വാസ സ്നാനം സ്വീകരിച്ചു എന്റെ വീട്ടിൽ ഞായറാഴ്ച രാവിലെ ഒരു ബൈബിളും എടുത്ത് എന്റെ വീടിന്റെ തിണ്ണയിൽ അവിടെ ഇരിക്കുന്ന സമയത്ത് എന്റെ അപ്പൻ എന്നോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്. രാവിലെ എവിടെ പോവാടാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ദൈവത്തെ ആരാധിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞു. അപ്പൻ പറഞ്ഞു, ഈ മുകളിലത്തെ മലയിൽ ഈ മേളിലോട്ട് കയറിയാൽ അവിടെ ഒരു പള്ളിയുണ്ട്, അവിടെ ആരാധിക്കല്ലോ. ഈ വീട്ടിൽ ഇന്ന് രാവിലെ 10 മണിക്ക് പ്രാർത്ഥനയ്ക്കായി ഇവാഞ്ചലിക്കക്കാര് വരും, അവരുടെ കൂടെ ആരാധിക്കരുതോ? നിനക്ക് 3 മൈൽ നടന്നു പോയി ആരാധിക്കണം. ഞാൻ മൗനമായി ഇവിടെ ഇരുന്നു. അതിനൊന്നും മറുപടി പറഞ്ഞില്ല. എന്റെ ഹൃദയത്തിൽ ദൈവാത്മാവ് പറഞ്ഞു, എനിക്ക് എന്റെ ദൈവത്തെ ആരാധിക്കണം. പ്രൈസ് ദ ലോർഡ്. അടുത്ത എന്റെ അപ്പൻ എന്നോട് പറഞ്ഞു കേൾക്കണമോ, ഞാൻ എന്റെ അപ്പന്റെ ഏക സന്താനമാണ്, നീ പോകണ്ടെങ്കിൽ അതിലേ അങ്ങ് പൊക്കൂ. എന്റെ ഈ വസ്തുവിൽ 1/2 സെന്റ് ഭൂമി പോലും നിനക്ക് ഞാൻ എഴുതി തരത്തില്ലെന്ന് പറഞ്ഞു. പ്രൈസ് ദ ലോർഡ്. 1960 വസ്തു ആർക്ക് വേണം? പുരയിടം ആർക്ക് വേണം? വീട് ആർക്ക് വേണം? ഇതെല്ലാം തരുവാൻ കഴിയുന്ന ഒരു ദൈവമല്ലേ നമ്മുടെ ദൈവം. അപ്പൻ പറഞ്ഞല്ലോ, എന്നാ ഞാൻ പോകുന്നില്ല, ഞാൻ ഇവിടെ ഇരുന്നോളാം എന്നല്ല ഞാൻ ചിന്തിച്ചത്. എന്റെ ദൈവത്തെ ആരാധിക്കണം. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ആരാധനയിൽ വിട്ടുവീഴ്ചയില്ല. പ്രൈസ് ദ ലോർഡ്. ആരെങ്കിലും അധൈര്യപ്പെട്ട് നിൽക്കുന്നെങ്കിൽ ഇന്ന് രാത്രി ധൈര്യപ്പെടുവീൻ, മുൻപോട്ടിറങ്ങുവീൻ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. കാരണം ദൈവത്തിന്റെ വചനം പറയുന്നു, ആരാധിക്കാൻ പോകുമ്പോൾ നീ ധൈര്യമായി മുന്നോട്ട് പോകണം. നിങ്ങൾ അബ്രഹാമിനെ നോക്കൂ. അബ്രഹാം ആരാധിക്കാൻ മുന്നോട്ട് പോവുകയാണ്. ആ ബാല്യക്കാരോട് പറഞ്ഞു, നിങ്ങൾ കഴുതയുമായി ഇവിടെ ഇരുപ്പീൻ, ഞാനും ബാലനും അവിടം വരെ പോയി ഞങ്ങൾ ആരാധിച്ച് ഞങ്ങൾ മടങ്ങി വരാം. പ്രൈസ് ദ ലോർഡ്. ബാല്യക്കാരെ, നിങ്ങൾ പുറകെ വരണ്ട. കാരണം ഞാൻ കാലും കൈയും എന്റെ കൂച്ചി കെട്ടുമ്പോൾ നിങ്ങൾ കയറി പിടിക്കും. ഒരുപക്ഷെ നിങ്ങൾ എന്നെ അവർ തടയും. വല്യപ്പ, ഇത് കാണിക്കരുതെന്ന് പറഞ്ഞേക്കാം. ദർശനമില്ലാത്തവനെയും കൊണ്ടല്ല ആരാധിക്കാൻ പോകേണ്ടത്. എന്തോ ദൈവത്തിന്റെ ആത്മാവ് എന്റെ ഹൃദയത്തിൽ ഇന്ന് രാത്രി സമയത്ത് തരുന്ന ഒരു പ്രകാശനം ഞാൻ ദൈവമക്കളോട് പറയുകയാണ്. മോശ പറഞ്ഞു, ഒരു കുളമ്പ് പോലും ശേഷിക്കാതെ ഞങ്ങൾ പോയി ആരാധിക്കും. നിവൃത്തിയില്ല. ഫറവോൻ തോറ്റോടാൻ പോകുകയാണ്, പരാജയപ്പെടാൻ പോകുകയാണ്. ഫറവോന്റെ പഞ്ചതന്ത്രങ്ങളിൽ 4 പരാജയപ്പെട്ടു. 5-ാമത്തെ തന്ത്രം
ആബീബ് മാസം 14 സന്ധ്യാസമയത്ത് ഒരു പെസഹ കുഞ്ഞാട് അറുക്കപ്പെട്ടു. ഒരു സംഹാരദൂതൻ മിസ്രയീമിലുള്ള എല്ലാ കടിഞ്ഞൂലിനെയും തകർത്തു. എല്ലാ മൃഗത്തിന്റെ കടിഞ്ഞൂലും തകർന്നു. ഫറവോന്റെ കടിഞ്ഞൂലും തകർന്നു. എല്ലാ കുടലും തകർന്നു. അയ്യോ എന്നുള്ള വിളി ഉയർന്നു. ഫറവോ വിളിച്ചു, മോശയെ, അഹ്റോനെ എന്ന് വിളിച്ചു, നിങ്ങൾ നിങ്ങളുടെ ജനവുമായി പോകുവേൻ. യെസ്. എന്നാൽ അല്പം കഴിഞ്ഞപ്പോൾ, ജനം പുറപ്പെട്ടു പോയി കഴിഞ്ഞപ്പോൾ, 1, 2, 3 ദിവസം കഴിഞ്ഞപ്പോൾ 5-ാമത്തെ തന്ത്രം അവൻ പ്രയോഗിക്കാൻ പോകുകയാണ്. 14-ാം അധ്യായം 6, 7, 8 ഈ വാക്യങ്ങൾ നോക്കട്ടെ. 5-ാമത്തെ തന്ത്രം എന്താണ്? 14-ാം അധ്യായം 6, 7, 8. പിന്നെ അവൻ രഥം കെട്ടിച്ചു, പടജനത്തെയും വിശേഷപ്പെട്ട 600 രഥങ്ങളെയും മിസ്രയീമിലെ സകല രഥങ്ങളെയും അവയ്ക്ക് വേണ്ടുന്ന തേരാളികളെയും കൂട്ടി. യഹോവ മിസ്രയീം രാജാവായ ഫറവോന്റെ ഹൃദയം കഠിനമാക്കിയതിനാൽ അവൻ ഇസ്രായേൽ മക്കളെ പിന്തുടർന്നു. എന്നാൽ ഇസ്രായേൽ മക്കൾ യുദ്ധസന്നദ്ധരായി പുറപ്പെട്ടിരുന്നു. ഫറവോ എല്ലാ കുതിരയും രഥവും കുതിരപ്പടയും സൈന്യവുമായി മിസ്രയീമ്യർ അവരെ പിന്തുടർന്നു. കടൽക്കരയിൽ ബാൽസെഫോന് സമീപത്തുള്ള പീഹഹീരോത്തിന്റെ അരികെ അവർ പാളയമിറങ്ങിയിരിക്കുമ്പോൾ അവരോട് അടുത്തു. ഫറവോൻ അടുത്തു വരുമ്പോൾ ആരാധിക്കാൻ ഇറങ്ങിത്തിരിച്ചവന്റെ പുറകെ രഥം കെട്ടി ഇറങ്ങിത്തിരിച്ച ഒരു ഫറവോൻ. എന്താ ഫറവോന്റെ മനസ്സിലിരിക്കുന്നത്? ഞാൻ ഈ 600 രഥവും ഈ മിസ്രയീമിലെ കുതിരകളും, കേൾവി കേട്ടതാണ്. മിസ്രയീമിലെ കുതിരകൾ ശക്തിയുള്ള കുതിരകളാണ്. ഈ മിസ്രയീമിലെ സകല രഥങ്ങളും ഇറങ്ങിയിട്ടുണ്ട്. അതാണ് അതിന്റെ രസം. ഫറവോന്റെ മാത്രമല്ല, മിസ്രയീമിലെ സകല രഥങ്ങളും ഇറങ്ങിയിട്ടുണ്ട്. സകല സാരഥികളും ഇറങ്ങിയിട്ടുണ്ട്. ജനവും ഇറങ്ങിയിട്ടുണ്ട്. എന്തിനാ ഇറങ്ങിയത്? പെസഹ ആചരിച്ച് മിസ്രയീം വിട്ടുപോയവരെ പിടിച്ച് തിരിച്ചു കൊണ്ടുവരിക, ബ്രെയിൻ വാഷ് ചെയ്ത് തിരിച്ചു കൊണ്ടുവരിക, പോയത് തെറ്റിപ്പോയെന്ന് പറഞ്ഞ് തിരിച്ചു കൊണ്ടുവരിക, അവരെ കൊണ്ട് തിരിച്ചു കൊണ്ടുവന്ന് ഈ പഴയ വേല ചെയ്യിക്കണം. അതിനാ കൊണ്ടുവരേണ്ടത്. അവര് ദൈവത്തോട് നിലവിളിച്ചു. മോശ ദൈവത്തോട് നിലവിളിച്ചു. കഴിഞ്ഞ ദിവസം നമ്മളത് മനസ്സിലാക്കി. ദൈവം സ്വർഗത്തിൽ നിന്ന് ആ സമുദ്രത്തെ ഒന്ന് നോക്കി. ദൈവം സമുദ്രത്തെ ഒന്ന് നോക്കി. സമുദ്രം മടങ്ങി വന്നു. ദൈവം രഥത്തെ ഒന്ന് നോക്കി. രഥചക്രങ്ങൾ തെറ്റാൻ തുടങ്ങി. 2 സൈഡിലും നിന്ന് വെള്ളം ഇടിഞ്ഞു വീണു. ജനം ഭയപ്പെട്ടു. ഇസ്രയേലിൽ നിന്ന് ഇറങ്ങിയ ജനം അക്കരെ കയറി. പ്രൈസ് ദി ലോർഡ്. മിറിയാം ഒരു ക്യാമറിൻ കയ്യിലെടുത്തു. മോശ ജനത്തിന്റെ നിലയിൽ പാടാൻ തുടങ്ങി. പ്രൈസ് ഗോഡ്. എന്ത് സന്തോഷകരമായ ഒരു പാട്ട്. പ്രൈസ് ദി ലോർഡ്. മോശയുടെ പഞ്ചതന്ത്രങ്ങളും തകർന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവത്തോടെ കളിക്കരുത് കേട്ടോ. ദൈവം ഒരു കാര്യം നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ ദൈവം അത് നിവർത്തിക്കും. ഈ പാട്ട് കേട്ടാട്ട് മോശയും ഇസ്രായേൽ മക്കളും അന്ന് യഹോവയ്ക്ക് കീർത്തനം പാടി ചൊന്നത് എന്തെന്നാൽ, അവർ യഹോവയ്ക്ക് കീർത്തനം പാടി. അക്കരെ വലിയ പാട്ടും മേളവും ഡാൻസും ക്യാമറടിയും ബഹളവും. പ്രൈസ് ദി ലോർഡ്. ഇക്കരെ ഉപ്പുവെള്ളത്തിൽ കലകുന്നത് ഓളം അടിക്കുമ്പോൾ ചത്ത ജഡങ്ങൾ മിസ്രയീമിന്റെ തീരത്ത് വന്നടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ മത്സ്യം ചത്തു വന്ന് മലക്കുന്ന പോലെ. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി. ഫറവോനും രഥവും കുതിരയും അവന്റെ ആളുകളും അവന്റെ എല്ലാവരും ആ ചെങ്കടലിൽ താറുമാറായി. ദൈവത്തിന്റെ ജനം അക്കരെ പ്രവേശിച്ചു. ദൈവത്തിന്റെ ജനം പാടാൻ തുടങ്ങി. അവരെന്താ പാടിയതെന്ന് ഇവിടെ എഴുതിയിട്ടുണ്ട്. ഞാൻ യഹോവയ്ക്ക് പാട്ട് പാടും. അവൻ മഹോന്നതൻ. കുതിരയെയും അതിന്മേലിരിക്കുന്നവനെയും അവൻ കടലിൽ തള്ളിയിട്ടിരിക്കുന്നു. എന്റെ ബലം എന്റെ ഗീതവും യഹോവയത്രേ. അവൻ എനിക്ക് രക്ഷയായി തീർന്നു. അവൻ എന്റെ ദൈവം. ഞാൻ അവനെ സ്തുതിക്കും.
അവൻ എന്റെ പിതാവിന് ദൈവം, ഞാൻ അവനെ പുകഴ്ത്തും. യഹോവ യുദ്ധവീരൻ, അവൻ അതേ യഹോവയെന്ന് അവന്റെ നാമം. ഫറവോന്റെ രഥങ്ങളെയും സൈന്യത്തെയും അവൻ കടലിൽ തള്ളിയിട്ടു. അവന്റെ രഥിപ്രയന്മാർ, അതേ രഥിപ്രവരന്മാർ ചെങ്കടലിൽ മുങ്ങിപ്പോയി. കല്ലുപോലെ അവർ താണുപോയി. ഇപ്പം പാടാൻ പ്രത്യേകിച്ച് ആരും പാട്ടൊന്നും എഴുതി കൊടുക്കണ്ട. ഇപ്പം പാട്ടിന്റെ അർത്ഥം മനസ്സിലായോ? പാടുന്ന ആരാന്ന് മനസ്സിലായോ? ഇപ്പൊ എന്തുകൊണ്ടാണ് പാടുന്നെന്ന് മനസ്സിലായോ? ആരും ഇവരെ പ്രേരിപ്പിക്കണ്ട. പാടിക്കാട്ട്, അതരം തുറന്നാട്ട്, നാക്ക് ചലിപ്പിച്ചാട്ടെന്നൊന്നും ഇവരോട് ആരും പറയണ്ട. ഹല്ലേലൂയ. ഇന്ന് നമ്മുടെയൊക്കെ ആരാധനയ്ക്ക് വന്നാൽ ഈ 2-3 കാര്യം കേൾക്കാൻ കഴിയും. കൈ ചലിപ്പിച്ചാട്ട്, നാക്ക് ചലിപ്പിച്ചാട്ട്, അതരം ചലിപ്പിച്ചാട്ട്. കാരണം നീ വീണ്ടെടുക്കപ്പെട്ടവനാണെങ്കിൽ നിന്റെ അതരം തന്നെ ചലിക്കും. നീ വീണ്ടെടുക്കപ്പെട്ടവനാണെങ്കിൽ നിന്റെ കൈകൾ തന്നെ ചലിക്കും. നീ നൃത്തം ചെയ്യും. നീ മിറിയാമിനെ പോലെ നൃത്തം ചെയ്ത് ദൈവത്തെ ആരാധിക്കും. കാരണം എന്റെ വഴിയെ പുറകിൽ തകർത്തു കളഞ്ഞ ഒരു ദൈവമുണ്ട്. ഇന്ന് രാത്രി നമ്മൾ ചിന്തിക്കുക, ആരാധിക്കാൻ വിട്ടയക്കാതെ, സ്വാതന്ത്ര്യത്തോടെ ദൈവത്തെ ആരാധിക്കുവാൻ കഴിയാതെ പിടിച്ചു വച്ചിരിക്കുന്ന അന്ധകാര ശക്തികൾ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി അത് പൊട്ടിമാറണം. ഒരു വലിയ വിടുതൽ ഓരോ സ്റ്റേറ്റിലും ഉണ്ടാകണം. ഈ ലൈനിൽ വന്നവരുടെ വീടുകളിൽ മാത്രമല്ല, ഇതൊരു വലിയ വിടുതൽ ഈ നാളുകളിൽ ഉണ്ടാകണം. ഫറവോന്റെ പഞ്ചതന്ത്രം ഫലിക്കയില്ല എന്ന് ഇന്ന് രാത്രി ഓർക്കണം. ഇത് ഞാൻ 14 അധ്യായം പഠിപ്പിച്ചു അതിനകത്തും ഒരു പ്രത്യേക വിഷയം നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരികയായിരുന്നു. പ്രൈസ് ദ ലോർഡ്. ഫറവോന്റെ പഞ്ചതന്ത്രം ഫലിക്കയില്ല, നമ്മുടെ ദൈവം ജീവിക്കുന്നു. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദ ലോർഡ്. ഇന്ന് കണ്ട മിസ്രൈമിനെ നീ ഒരു നാളും കാണുകയില്ല. ദൈവമാണ് പറഞ്ഞത്. ഇന്ന് കണ്ട മിസ്രൈമിനെ ഒരു നാളും കാണുകയില്ല. ആ ഇരിപ്പിൽ നിന്നോട് പറഞ്ഞാട്ട് എന്റെ കുടുംബത്തോട് പോരാടുന്ന, എന്റെ ജീവിതത്തോട് പോരാടുന്ന, എന്റെ ജീവിത പടവിനോട് പോരാടുന്ന ഇന്ന് കണ്ട മിസ്രൈമിനെ ഇനി ഞാൻ ഒരു നാളും കാണുകയില്ല. ദുഷ്ടശക്തി യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി വിട്ടുപോകുവാൻ എത്ര പേർക്ക് ചെയ്യുവാൻ കഴിയും? ഒരു വലിയ വിടുതൽ നമ്മുടെ ഈ ശുശ്രൂഷകളിൽ ഉണ്ടാകണം. ഒരു വിടുതൽ നമ്മുടെ ആരാധനയിൽ ഉണ്ടാകണം. ഒരു വിടുതൽ നമ്മുടെ ശുശ്രൂഷകളിലെല്ലാം വരണം. നമ്മുടെ സഭായോഗങ്ങളിൽ ഉണ്ടാകണം. നമ്മുടെ കുടുംബങ്ങളിൽ ഉണ്ടാകണം. 4 മണിക്ക് 5, 6 മണിക്ക് നമ്മുടെ പ്രാർത്ഥനാ കൂട്ടത്തിൽ ഉണ്ടാകണം. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന്റെ ആത്മാവിന്റെ ഹൃദയത്തിൽ തന്ന ഒരു പ്രകാശനം ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുകയാണ്. പ്രൈസ് ദ ലോർഡ്. എന്റെ ജീവിതത്തിൽ എന്നെ വിടുവിച്ച ദൈവത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. സൗഖ്യമാക്കിയ ദൈവത്തിനായി സ്തോത്രം. വിടുവിക്കുന്ന ദൈവത്തിനായി സ്തോത്രം. നമുക്ക് ഇന്ന് രാത്രി ഒന്നിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ മുൻപിൽ ഇനിയും ചില മിനിറ്റുകളുണ്ട്. ഇന്ന് രാത്രിയിൽ ഈ ബൈബിൾ സ്റ്റഡിയിൽ അറ്റൻഡ് ചെയ്യുന്ന എല്ലാവരുടെയും ജീവിതത്തിൽ ഒരു വലിയ വിടുതൽ ഉണ്ടാകട്ടെ. നിങ്ങളുടെ കരങ്ങളെ ഉയർത്തി അവിടെ ഇരുന്നുകൊണ്ട് നിങ്ങൾ ദൈവത്തെ ഒന്ന് സ്തുതിപ്പീൻ. അല്പസമയം എല്ലാവരും ദൈവത്തെ ഒന്ന് ആരാധിച്ചാട്ട് നിങ്ങളെ ബന്ധിച്ചിരിക്കുന്ന ബന്ധനങ്ങൾ മാറിപ്പോകട്ടെ. അന്യായ ശക്തികൾ അഴിഞ്ഞു മാറട്ടെ. അമിതേറുകൾ തകരട്ടെ. ഇന്ന് കണ്ട മിസ്രൈമിനെ ഇനി ഞാൻ ഒരു നാളും കാണുകയില്ല. ശത്രുവാകുന്ന ഫറവോന്റെ പഞ്ചതന്ത്രങ്ങൾ ഭരിക്കില്ല. നിങ്ങൾക്ക് മുമ്പ് ഒരു ഫറവോൻ ഉണ്ടായിരുന്നു. ആ ഫറവോന്റെ തന്ത്രങ്ങളാണ് ഇന്നും ലോകത്തിൽ വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നത്. ദൈവം വലിയ കാര്യം നമ്മുടെ നടുവിൽ പ്രവർത്തിക്കട്ടെ.